ഇല്ല കുഞ്ഞാപ്പോ എന്താ ഇവിടെ തിരിഞ്ഞ് കളിക്കണ് മഴ ആയിട്ട്? കുഞ്ഞാപ്പോ ഇങ്ങോട്ട് കൈ അരിക്കൊക്കെ ഒന്നുകൂടാ മറ്റേ വായന്റെലും പൊടിച്ച് അവിടെ വെക്കടാ. വെറുതെ അല്ല കുഞ്ഞാപ്പോന്ന് എടുക്കണേ. അതിന് കുഞ്ഞാപ്പ ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് അവിടെ നിക്കണം. ഇജേ കാണൂലല്ലോ. അല്ല ഇന്നലെ എന്തായിരുന്നു? എവിടെയായിരുന്നു ജി? ഇന്നലെ ഓനെ ഒന്നും പറയണ്ട, ഞങ്ങൾ ഇടങ്ങറായിരിക്കും. എന്താ ഇപ്പൊ ഉണ്ടല്ലോ ഞങ്ങൾ കുടുംബ സംഗമ വാട്സപ്പ് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഉമ്മാക്കുണ്ടല്ലോ വാട്സപ്പൊക്കെ. ഉമ്മ എന്തേന്ന് വളവത്തി ഉമ്മാക്കുണ്ടാ? ഇമ്മ പറഞ്ഞു അതൊന്നും തൊടാൻ പാടില്ല, അതൊക്കെ നമ്മളെ വജ്ജി തെറ്റിക്കും ഫോണൊക്കെ അറിഞ്ഞു. അങ്ങനെ ഇമ്മാക്ക് ഇപ്പൊ എന്താണ് അമ്മായിന്റെ ഒരു പഴയ ഫോണ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇമ്മാക്ക് വയല് കേൾക്കാനൊക്കെ വാട്സപ്പ് കൊണ്ടായ്മൊക്കെ ഉണ്ടല്ലോ, അമ്മ എപ്പോഴും വയല് കേൾക്കുമല്ലോ. അങ്ങനെ മണി കുടുംബക്കാരൊക്കെ വാടി കുടുംബ ഗ്രൂപ്പ് നടി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാരും ചാച്ചായാലും പിടിക്കലൊക്കെ കുടുംബക്കാരെ ഗ്രൂപ്പ്. അങ്ങനെ പട്ടാമ്പിയുള്ളത് ഫാത്തിമ താത്ത എപ്പോഴും പറയും. അങ്ങോട്ട് നോക്കി പറഞ്ഞു കുഞ്ഞാപ്പോ അവിടെ എന്നോടാണ് ഞാൻ ഇവിടെ അല്ലേ പട്ടാമ്പി. ഞാനെന്തൊരു പൊട്ടനാണ്. പട്ടാമ്പിയല്ല ഫാത്തിമ താത്ത അല്ലടാ. ഫാത്തിമ താത്ത എപ്പോഴും പറയും കുടുംബ ഗ്രൂപ്പിൽ വന്നിട്ട് വിവത്തമ്മയേ നിങ്ങള് വരണട്ടാ ഞങ്ങളെ പെരേക്ക് വരണ പട്ടാമ്പി അറിയില്ലേ. ഇമ്മാക്കൊന്നും അറിയില്ല. ഇമ്മാന്റെ വല്യാപ്പാന്റെ മോള അങ്ങനെ ഒരാളാണ്. അപ്പൊ ഈ ഗ്രൂപ്പ് വന്നപ്പോ എല്ലാരും പറയും എല്ലാരും ഓള് വിളിക്കല്ലേ നമുക്ക് പോവാ കുഞ്ഞാപ്പോ. എന്നിട്ട് ഞാനും ഒന്നും കൂടി രാവിലെ വലിയോ തീവാണ്ടിയിലും കേറിയിട്ട് ഫാമിലേക്ക് പോയി. എന്നിട്ട് ഞങ്ങൾക്ക് പേരറിയില്ല. പിന്നെ അപ്പൊ ഓര് പറഞ്ഞു എന്താണ് ഓര് എപ്പോഴും വിളിക്കും. ഒരു പേരന്റെ സ്ഥലം പറഞ്ഞു തരണ്ടേ, ഓര് അതൊക്കെ പറഞ്ഞു തരണ്ടേ. ഞങ്ങള് പോയി എന്നും വിളിക്കണല്ലേ വെച്ചിട്ട് എന്നാ ഒരു കാര്യം ചെയ്യാം, ഒന്ന് പേരെ പറഞ്ഞു തന്നെ ഇന്ന സ്ഥലം പറഞ്ഞു തന്നെ. ഗ്രൂപ്പിലെ മെമ്പർ ഉണ്ടായിരുന്നു. അതൊന്നും അറിയാതെ ഞങ്ങള് കേറി പോയത്. ആ ഗ്രൂപ്പിലെ മെമ്പർ ഞങ്ങള് വിളിച്ചു നോക്കുമ്പോ ഒരു പെണ്ണ് പറയണ്ട് ഈ പരിധിക്ക് പുറത്താണ്. മകൻ കൊറേ ചീത്ത പറഞ്ഞ പെണ്ണ് പോടിന്ന് ഇങ്ങനെ പറയും. അങ്ങനെ മോനെ ഞങ്ങള് കൊറേ കാത്തിരുന്നു. ഒരു വീട് വിളിപ്പിച്ചിട്ട് അങ്ങനെ കറിയില്ല. ഞങ്ങൾക്ക് അങ്ങ് പൈസ കിട്ടാണെന്ന് കിട്ടാനൊന്നുമില്ല. രാവിലെ ചായന്റെ വെള്ളം മാത്രം കുടിച്ചോളൂ, അവിടെ ചോറൊക്കെ നന്നാക്കിട്ടേ. അങ്ങനെ ഞാനും ഉമ്മി അവിടെ കൊറേ പട്ടാമ്പിയില് അവിടെ വിമാനല്ല എന്താണ് തീവണ്ടി അവിടൊക്കെ തെരഞ്ഞു വന്നിട്ട് വരെ കിട്ടിയില്ല. ഞങ്ങള് പെരേക്ക് പോന്നു. വെറുതെ പോയല്ലേ? വെറുതെ പോയി ഞങ്ങളെ കാര്യല്ലേ. നിങ്ങളൊന്നും അറിയാതെ വണ്ടിട്ടല്ലേ. എന്നിട്ട് മോനെ ഇന്നലെ രണ്ട് പെണ്ണ് പിന്നെയും വാട്സാപ്പില് വന്നു. എന്താ നിങ്ങള് വരാനി എന്റെ അമ്മാടെ ആണിച്ചാണ്ട് തീർത്ത കൊടുത്ത് എന്നിട്ട് ചാളെ കളിയാക്കണോ ചോദിച്ചിട്ട് എന്റെ ഫോണ് എന്താണ് ഓഫ് ആയിട്ട് വെച്ചിട്ട് ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചിട്ട് അപ്പൊ പെണ്ണേക്ക് എടുത്ത് വയ്ക്കായിരുന്നു. ഫാത്തിമ താത്ത എടുത്ത് വയ്ക്കുക അറിയാ. അല്ലാ ഞങ്ങള് വരുന്നത് അറിയില്ല, എന്റെ പൈസ കഴിഞ്ഞിട്ട് ഐഡിയ പറഞ്ഞാണോ? മൊബൈലില് പൈസ കഴിഞ്ഞു. എന്നാ പെണ്ണെടുത്തേക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ ചെല്ലേണ്ട വിവരം പറയുന്ന മൊബൈലില് പൈസ കഴിഞ്ഞാൽ ആ പെണ്ണെടുത്തേക്കൊന്ന് വിളിച്ചു പറഞ്ഞു. അല്ല എങ്ങനെ വിളിച്ചത്? പൈസ കഴിഞ്ഞിരിക്കണെന്ന് നിങ്ങള് ചെല്ലുന്നുള്ള അതും പെണ്ണെടുത്ത് പറഞ്ഞില്ല. അല്ല നിങ്ങള് ചെല്ലുന്നുള്ള ആ പെണ്ണെടുത്തേക്ക് അറിയോ? അറിയില്ല. ഞങ്ങള് പോവാന്നാണ് പോയത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെ പറയാ? നിങ്ങളെ ചെല്ലുന്നുള്ള വിവരം ഇല്ലല്ലോ. അങ്ങനെ മോനെ അതാണ് ഇന്നലെ കാണാഞ്ഞല്ലേ? ഞങ്ങള് പെരേക്ക് വന്നു. എന്നിട്ട് അതില് ഞങ്ങൾക്ക് മഴ തെറ്റിക്കുന്നു.
നാളെ എന്താ വന്നപ്പോ ഉമ്മ കൊടുത്തില്ല. അത് ശരി. അങ്ങനെ കിട്ടൂല്ലേ. നിങ്ങളിപ്പോ ഈ തെറ്റലും മുണ്ടലൊക്കെ തന്നെയല്ലേ ഉള്ളൂ. എവിടെന്നാണ് രണ്ടു കൂടിയും ടൂറായി വരണേ. ഇമ്മാക്ക് വിളിച്ചാ പിടിച്ചിരിക്കുന്നത്. ഇമ്മാക്ക് ദേഷ്യം പിടിച്ചിരിക്കുന്നത്. ഈ സുബൈദാന്റെ കൊത്തുവാക്കും കൂടെ ആയിട്ട് അമ്മ അറിയും ഞങ്ങള് ടൂറാ ആ കുന്തത്തേക്ക് പോയതാണ്. എനിക്കെന്താ നഷ്ടം എന്ന് പറഞ്ഞു. അയ്യോ അല്ലോ ഞങ്ങൾക്ക് നഷ്ടമില്ല, അന്നി മോനും പൊയ്ക്കോളിയേ എന്നൊരു ഇവരെ ആക്കുക. ഇമ്മ ഒന്നും കൊണ്ടില്ല. വരാൻ നിൽക്കണ്ട അറിയുന്നത്. എന്നോട് അറിയില്ല എനിക്കൊരു കളിച്ചുകൊണ്ടാണ് സുബൈതാത്ത ഇനി വിളിക്കാൻ പോവാണ്ട, അതൊക്കെ ഏതാ സാധനം എന്ന് പറഞ്ഞു. ഞാൻ പോക്കില്ല. ഞാൻ ഇവരോട് പോയത് ഇനി എന്തെങ്കിലും കിട്ടുമ്പോ പോയാ മതി. ആ ചോറൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുമ്പോ പോവാ. എന്നാ പോവട്ടെടാ, മഴ മാറി. എന്നാ പോയിക്കോ, ഞാനും പോവാ.